ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിനി ഈ മൈക്ക് നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾക്ക് ഈ റിസീവർ ആദ്യം നമ്മൾ ഫോണിൽ കുത്തണം. ഇതുവരെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഫോണിലത്തെ ഓഡിയോൻ്റെയാണ്. ഇനിയിപ്പോൾ റിസീവ് കുത്താൻ പോവാണ്. റിസീവിൻ്റെ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്, പച്ച ബ്ലിങ്ക് കത്തും. റിസീവർ കുത്തിക്കഴിഞ്ഞാൽ നമുക്കിനി ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ നമ്മളെ മൈക്ക് എടുത്തിട്ടുണ്ട്. മൈക്ക് ബോക്സ് എടുത്തപ്പോ കണക്ട് ആയി. ഇപ്പൊ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആയ മോഡിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ എന്തോരം ഔട്ട്ഡോറത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട് എന്നൊന്ന് നോക്കൂ. എന്റെ വീട്ടിലമ്മ അടുക്കളയിലുണ്ട്, പാത്രങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കണ ഒച്ച ഞാൻ കേൾക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് നോയിസ് ക്യാൻസലേഷൻ എത്രയ്ക്ക് ഉണ്ട് എന്നൊന്നും നിങ്ങൾ തന്നെ പറയാം. ഇപ്പോ ഞാൻ ഈ നോയിസ് ക്യാൻസലേഷൻ ഓഫ് ആക്കാൻ പോവാണ്. അതിന് നമ്മൾ ഈ പവർ ബട്ടൺ ഒരു വട്ടം പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഗ്രീൻ ലൈറ്റ് കത്തും. അത് നമുക്ക് നോയിസ് ക്യാൻസലേഷൻ മൊത്തമായിട്ട് നമ്മൾ വേണ്ടാന്ന് വെച്ചതിൻ്റെയാണ്. ഇപ്പം ഇങ്ങനെ ഔട്ട്ഡോറിൽ നിന്നുള്ള ഒച്ച കേൾക്കുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. ഞാനിപ്പോൾ റൂമിലാണ്. റൂമിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ആരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ റോഡ് കൂടെ ഒരു വണ്ടി പോകുന്നുണ്ട്. അതിൻ്റെ ഒക്കെ ഒച്ച നോയിസ് ക്യാൻസലേഷൻ ഓഫ് ആക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നും. ഇനിയിപ്പോൾ ഞാൻ നോയിസ് ക്യാൻസലേഷൻ വീണ്ടും ഓൺ ആക്കാൻ പോവാണ്. ഒരു പ്രസ്സിൽ ബ്ലൂ ആയിട്ടുണ്ട്. അപ്പോൾ നോയിസ് ക്യാൻസലേഷൻ വീണ്ടും ഓൺ ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഓഡിയോയും നേരത്തെ കേട്ട ഓഡിയോയും തമ്മിലുള്ള വ്യത്യാസം നോക്ക്. ഞാനിപ്പോൾ അത്യാവശ്യം ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് മൈക്ക് കുറച്ച് കയറ്റി പിടിച്ചേക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ ഇനി ഞാൻ പുറത്തുനിന്ന് പോകുമ്പോൾ കറക്റ്റായിട്ട് പിൻ ചെയ്തിട്ട് ഉള്ള ഓഡിയോ ക്ലിയർ കേൾക്കാം. ഇപ്പം നോയിസ് ക്യാൻസലേഷനിൽ എത്രയ്ക്ക് ഓഡിയോ ക്ലിയർ ഉണ്ടെന്ന് നിങ്ങളൊന്ന് അഭിപ്രായം പറയാം.